ഹലോ ആൻഡ് വെൽക്കം ബാക്ക്. ഇംഗ്ലീഷിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വേർബാണ് ഡു, DO. അതിന്റെ ഡിഫറെന്റ് ഫോംസും യൂസേജസും തീർച്ചയായും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. ഈ ടോപ്പിക്കിനെ കുറിച്ചുള്ള പാർട്ട് 2 വീഡിയോ ആണ് ഇത്. പാർട്ട് 1 കാണാത്തവരുണ്ടെങ്കിൽ അതുകൂടെ തീർച്ചയായും കാണുക. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. അത് ചെയ്യാൻ നിനക്ക് നാണമില്ലേ? അത് ചെയ്യാൻ നിനക്ക് നാണമില്ലേ? Aren't you ashamed to do that? Aren't you ashamed to do that? Ashamed എന്ന് പറഞ്ഞാൽ നാണക്കേട്. അപ്പൊ ഇവിടെ ചോദിക്കുന്നത് അത് ചെയ്യാൻ നിനക്ക് നാണമില്ലേ, ലജ്ജയില്ലേ? Are you not ashamed? ചുരുക്കിയിട്ടാണ് നമ്മൾ aren't you ashamed, ARENT. അത് are you not എന്നതിന്റെ ഷോർട്ട് ഫോം ആണ്. അതിന്റെ പ്രൊനൗൺസിയേഷൻ aren't എന്ന് പറയരുത്, aren't you ashamed to do that? അത് ചെയ്തതിൽ നിനക്ക് ലജ്ജയില്ലേ? അത് ചെയ്തതിൽ നിനക്ക് ലജ്ജയില്ലേ അല്ലെങ്കിൽ നാണക്കേടില്ലേ? Aren't you ashamed to have done that? Aren't you ashamed to have done that? ഇവിടെ നമ്മൾ ഡൂവിന്റെ തേർഡ് ഫോം ഡൺ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെയും aren't you ashamed എന്നാണ് ചോദിക്കുന്നത്. പക്ഷെ അതിന്റെ എൻഡിങ് ആ ഡിഫറൻസ് നിങ്ങൾ ശ്രദ്ധിക്കണം. aren't you ashamed to have done that? അത് ചെയ്തതിൽ നിനക്ക് നാണക്കേടില്ലേ? ഇതിനെ തന്നെ നമുക്ക് വേറെ രീതിയിൽ പറയാം. aren't you ashamed for having done that? aren't you ashamed for having done that? അത് ചെയ്യുന്നതിൽ നിനക്ക് ലജ്ജയില്ലേ? അത് ചെയ്യുന്നതിൽ നിനക്ക് ലജ്ജയില്ലേ, നാണക്കേടില്ലേ? Aren't you ashamed of doing that? Aren't you ashamed of doing that? ഇവിടെ നമ്മൾ ഡൂവിന്റെ ING ഫോം doing ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. Aren't you ashamed of doing that? 3 ഡിഫറെന്റ് ഫോംസ് ഓഫ് ഡു ആണ് നമ്മൾ കഴിഞ്ഞ 3 സെന്റൻസിൽ ഉപയോഗിച്ചത്. അതേപോലെ തന്നെ aren't എന്ന വാക്ക് ഉപയോഗിച്ചിട്ട് ashamed എന്ന വാക്ക് ഉപയോഗിച്ചിട്ട് 3 ഡിഫറെന്റ് ഫ്രേസസ് ആണ് നമ്മൾ കണ്ടത്. നീ ചെയ്തത് ലജ്ജാവഹമാണ്. നീ ചെയ്തത് ലജ്ജാവഹമാണ്. What you did was shameful. What you did was shameful. ഇവിടെ നമ്മൾ ഷെയിം എന്ന വാക്കിന്റെ വേറൊരു വേരിയേഷൻ ആണ് ഇവിടെ യൂസ് ചെയ്തത്, ഷെയിംഫുൾ. നേരത്തെ ashamed എന്ന് പറഞ്ഞു. ഇവിടെ നമ്മൾ ഡൂവിന്റെ DID ഫോം ആണ് ഉപയോഗിച്ച് വെച്ചിരിക്കുന്നത്. What you did was shameful. നീ ആ സമയത്ത് അവിടെ എന്ത് ചെയ്യുകയായിരുന്നു? നീ ആ സമയത്ത് അവിടെ എന്ത് ചെയ്യുകയായിരുന്നു? What were you doing there at that time? What were you doing there at that time? ഇവിടെ നമ്മൾ ഡൂവിന്റെ ഡൂയിങ് ഫോം ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. What were you doing there? നീ അവിടെ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത് at that time, ആ സമയം. ഞാൻ ഒന്നും ചെയ്യുന്നില്ല. ഞാൻ ഒന്നും ചെയ്യുന്നില്ല. I am not doing anything. I am not doing anything. ഇതിനെ തന്നെ കാഷ്വൽ ഇംഗ്ലീഷിൽ നമുക്ക് I am doing nothing അങ്ങനെയും പറയാം. I am doing nothing. So I am not doing anything അല്ലെങ്കിൽ I am doing nothing. നീ എന്ത് ചെയ്തു? നീ എന്ത് ചെയ്തു? What did you do? What did you do? ഇവിടെ നമ്മൾ ഡിഡും ഡൂവും ഒരുമിച്ച് ഈ സെന്റൻസിൽ ഉപയോഗിച്ചത് മനസ്സിലാക്കണം. What did you do? നീ എന്താണ് ചെയ്തിട്ടുള്ളത്? നീ എന്താണ് ചെയ്തിട്ടുള്ളത്? What have you done? What have you done? ഇതിന്റെ ഒരു എക്സാമ്പിൾ അല്ലെങ്കിൽ കോണ്ടെക്സ്റ്റ് പറയുകയാണെങ്കിൽ, ഇപ്പൊ ഒരാള് എന്നെ പറ്റി കുറെ കുറ്റങ്ങൾ പറയണം. അതായത് നീ അത് ചെയ്തില്ല എക്സെട്ര എക്സെട്ര. അപ്പൊ ഞാൻ ചോദിക്കുകയാണ്, ഓക്കെ ഞാൻ ഇത് ചെയ്തിട്ടില്ല, ബട്ട് വാട്ട് ഹാവ് യു ഡൺ? നീ എന്താണ് ചെയ്തിട്ടുള്ളത്? ഓക്കെ, അപ്പൊ അവിടെ നമ്മൾ ആ ഇംഗ്ലീഷിന്റെ വാക്കുകൾ മാത്രമല്ല, നമ്മൾ സ്ട്രെസ് ചെയ്ത് പറയുന്ന ടോൺ ആൻഡ് ഇന്റോനേഷൻ ഇതെല്ലാം ഇമ്പോർട്ടന്റ് ആണ്. വെറുതെ വാട്ട് ഹാവ് യു ഡൺ എന്ന് ചോദിക്കുന്നതിന് പകരം വാട്ട് ഹാവ് യു ഡൺ, അപ്പൊ നീ എന്താണ് ചെയ്തിട്ടുള്ളത്? സ്പോക്കൺ ഇംഗ്ലീഷിൽ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ പറയുന്ന ആ ഉച്ചരിക്കുന്ന വാക്കുകളെ സ്ട്രെസ് ചെയ്യുന്നതനുസരിച്ച് അതിന്റെ മീനിങ് മാറാവുന്നതാണ്. നീ ഇന്നലെ എന്താണ് ചെയ്തിരുന്നത്? നീ ഇന്നലെ എന്താണ് ചെയ്തിരുന്നത് അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരുന്നത്? What were you doing yesterday? What were you doing yesterday? നിങ്ങളുടെ ജോലി എന്താണ്? നിങ്ങളുടെ ജോലി എന്താണ്? What do you do? What do you do? ഇവിടെ നമ്മൾ 2 പ്രാവശ്യം do എന്ന വാക്ക് വെച്ചിരിക്കുന്ന രീതി മനസ്സിലാക്കുക. What
ഡു യു ഡു എന്നതിന്റെ മീനിങ് വാട്ട് ഈസ് യുവർ ജോബ് എന്നാണ്. പക്ഷെ നമ്മൾ വാട്ട് ഈസ് യുവർ ജോബ് എന്ന് ഡയറക്റ്റ് ആയിട്ട് ചോദിക്കുന്നതിനെക്കാട്ടിയും കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു ചോദ്യമാണ് വാട്ട് ഡു യു ഡു. എന്താണ് അയാളുടെ ജോലി? എന്താണ് അയാളുടെ ജോലി? അല്ലെങ്കിൽ അയാൾ എന്ത് ജോലിയെ എടുക്കുന്നത് എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. വാട്ട് ഡസ് ഹി ഡു? വാട്ട് ഡസ് ഹി ഡു എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് അയാൾ ജീവിക്കാൻ വേണ്ടി എന്താണ് ചെയ്യുന്നത് എന്നതാണ്. അതുകൊണ്ടാണ് വാട്ട് ഡസ് ഹി ഡു ഫോർ എ ലിവിങ് എന്ന് വേണമെങ്കിൽ നമുക്ക് ചോദിക്കാം. പക്ഷെ അത് ചോദിക്കാതെ തന്നെ അതിന്റെ മീനിങ് ഇവിടെ ക്ലിയർ ആണ്. അയാൾ ജീവിക്കാൻ വേണ്ടി എന്ത് തൊഴിലാണ് ചെയ്യുന്നത് എന്നതാണ് ഇവിടെ ചോദിക്കുന്നത്. വാട്ട് ഡസ് ഹി ഡു? നിങ്ങൾ എവിടെയാണ് ജോലി എടുക്കുന്നത്? നിങ്ങൾ എവിടെയാണ് ജോലി എടുക്കുന്നത്? വേർ ഡു യു വർക്ക്? വേർ ഡു യു വർക്ക്? അതായത് ഏത് സ്ഥാപനത്തിലാണ് എന്ന ചോദ്യമാണ് ഇവിടെ. വേർ ഡു യു? ഞാൻ നിങ്ങൾക്ക് എന്ത് സഹായമാണ് ചെയ്യേണ്ടത്? ഞാൻ നിങ്ങൾക്ക് എന്ത് സഹായമാണ് ചെയ്യേണ്ടത്? ഈ സെന്റൻസ് നമ്മൾ ഡു വെച്ച് പറയണമെങ്കിൽ വാട്ട് കൻ ഐ ഡു ഫോർ യു? വാട്ട് കൻ ഐ ഡു ഫോർ യു? ഞാൻ നിങ്ങൾക്ക് എന്താണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എന്ത് സഹായമാണ് ചെയ്യേണ്ടത്? ഇതിനെ തന്നെ നമുക്ക് ഡു വെച്ചല്ലാതെ പറയണമെങ്കിൽ ഹൗ കൻ ഹെൽപ്പ് യു? ഹൗ കൻ ഐ ഹെൽപ്പ് യു? രണ്ടിന്റെയും അർത്ഥം സെയിം ആണ് ഇൻ ദ സെയിം കോണ്ടെക്സ്റ്റ്. ഓക്കെ, അപ്പോൾ സാഹചര്യം ഒന്നാണ്. അപ്പോൾ രണ്ട് രീതിയിൽ ചോദിക്കാം. വാട്ട് കൻ ഐ ഡു ഫോർ യു അല്ലെങ്കിൽ ഹൗ കൻ ഐ ഹെൽപ്പ് യു? ഒന്നും ചെയ്യണ്ട, ഒന്നും ചെയ്യണ്ട. ഡോണ്ട് ഡു എനിത്തിങ്, ഡോണ്ട് ഡു എനിത്തിങ്. നീ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, നീ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. യു നീഡ് നോട്ട് ഡു എനിത്തിങ്, യു നീഡ് നോട്ട് ഡു എനിത്തിങ്. ഇതിനെ തന്നെ നമുക്ക് യു ഡോണ്ട് നീഡ് ടു ഡു എനിത്തിങ് അങ്ങനെയും പറയാം. യു ഡോണ്ട് നീഡ് ടു ഡു എനിത്തിങ്. ഇതിനെ തന്നെ കുറച്ചും കൂടെ എലാബറേറ്റ് ആയിട്ട് പറയണമെങ്കിൽ there is no need for you to do anything. There is no need for you to do anything. ഈ യൂസേജുകളുടെ ഡിഫറൻസ് ശരിക്കും മനസ്സിലാക്കി പഠിച്ചു വെക്കുക. ഞാൻ പറഞ്ഞത് നീ ചെയ്തോ? ഞാൻ പറഞ്ഞത് നീ ചെയ്തോ? Did you do what I said? Did you do what I said? Did you do? നീ ചെയ്തോ? What I said? ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് നീ ചെയ്തില്ലേ? ഞാൻ പറഞ്ഞത് നീ ചെയ്തില്ലേ? Didn't you do what I said? Didn't you do what I said? ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രൊനൗൺസിയേഷൻ didn't. അങ്ങനെ ആ ഡീനെ വളരെ സ്ട്രെസ് അല്ലെങ്കിൽ തറപ്പിച്ച് പറയരുത്, സ്ലൈറ്റ് ആയിട്ട് പറയാൻ പാടില്ല. didn't. അപ്പോ പാർട്ട് 2 വീഡിയോ ഇവിടെ അവസാനിച്ചു. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്. ലെസൺ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.